ഗസ വംശഹത്യക്കെതിരായ പരാമർശത്തിൽ സംഘപരിവാർ ഐഡികളിൽ നിന്ന് ഡോക്ടർ എം ലീലാവതിക്കെതിരെ സൈബർ ആക്രമണം. ഗസയിലെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഉണ്ണാൻ കഴിയുന്നില്ലെന്നായിരുന്നു ലീലാവതിയുടെ പരാമർശം. സൈബർ ആക്രമണം അപലപനീയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഗസ വംശഹത്യക്കെതിരായ പരാമർശത്തിൽ സംഘപരിവാർ ഐഡികളിൽ നിന്നുള്ള സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി ഡോക്ടർ എം ലീലാവതി. ഗസയിലെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ അംഗീകരിക്കാനാകില്ല. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ പ്രതികരിക്കുമ്പോൾ ജാതിയും മതവും രാജ്യവും നോക്കാറില്ല. കുട്ടികളോടുള്ള കാരുണ്യം മാത്രമാണ് ആലോചിച്ചതെന്നും പ്രൊഫസർ എം ലീലാവതി മീഡിയ വണ്ണോട് പറഞ്ഞു. ടീച്ചർ ഈ അടുത്തിടെ പറഞ്ഞ ഗാസയിലെ കുട്ടികളുടെ ഗാസയിലുണ്ടായ സംഭവം ടീച്ചർ പറഞ്ഞു. ഗാസയിൽ ഞാൻ രാജ്യവും മതമൊന്നും നോക്കിയിട്ടല്ല. കൊച്ചു കുട്ടികൾ എവിടെയായാലും വിശക്കുന്ന കുട്ടികളോട് എനിക്ക് കാരുണ്യമുണ്ട്. അത് എന്നെ വേദനിപ്പിക്കുന്നു, വിളിക്കുന്നു. ഞാനത് ആലോചിച്ചിട്ടേ ഇല്ല ഏത് നാടാണ് ഏത് മതമാണ് എന്ന്. കുട്ടികൾ ചട്ടിയും കാണിച്ച് നിൽക്കണ ആ ഒരു ചിത്രം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അവരുടെ അച്ഛനമ്മമാരുടെ മതമൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഈ ഗാസ് ശ്രീകൃഷ്ണനും കുട്ടികളുടെ യജ്ഞം ചെയ്യുന്ന വിപ്രന്മാരോട് ശ്രീകൃഷ്ണൻ ചോദിച്ചത് കുട്ടികൾക്ക് ഉണ്ണാൻ കൊടുക്കാതെ നിങ്ങൾ യജ്ഞം ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുമെന്നാണ് ശ്രീകൃഷ്ണൻ ചോദിച്ചത്. ആ കാരുണ്യം തന്നെയാണ് ഏത് അമ്മയ്ക്കും ഈ ലോകത്തിലുള്ളത്. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, വലിയ സൈബർ ആക്രമണം ലീലാവതി ടീച്ചർക്കെതിരെ ഉണ്ടായിരുന്നു. അതിൽ അവർ തന്നെ കൃത്യമായി എന്തുകൊണ്ട് ആ പരാമർശം നടത്തിയെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലും നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പേർ ഈ പരാതികൾ അറിയിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം എങ്ങനെയാണ് ലീലാവതി ടീച്ചർ പ്രതികരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം മനുഷ്യാവകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളോട് കൃത്യമായി തന്നെ പ്രതികരിക്കുന്ന നിലപാടെടുക്കുന്ന ലീലാവതി ടീച്ചർ ഗസയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പൊന്നും ഉണ്ടാകാത്ത രൂപത്തിൽ, നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലാണ് അവർക്കെതിരെയുള്ള ഒരു സൈബർ ഹാൻഡിലുകളുടെ ആക്രമണം എന്ന് പറയുന്നത്. ഇത് ഒരു പക്ഷേ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ ഗസയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ആ രൂപത്തിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അധിക്ഷേപം ഒരു പരിധി കടന്ന് പോയി എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ഇത്രയധികം ആക്രമണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് വരുമ്പോൾ പോലും ഒരു കുലുക്കവുമില്ലാതെ, ഏതെങ്കിലും തരത്തിൽ നിലപാടിൽ ഒരയവുമില്ലാതെ, മാറ്റമില്ലാതെ ലീലാവതി ടീച്ചർ ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കുട്ടികൾ എവിടെയാണെങ്കിലും വിശന്നിരിക്കുന്നത് എന്നെ അത് വേദനിപ്പിക്കുന്നു. അവരുടെ മതമൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമാണ് ലീലാവതി ടീച്ചർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് കൃത്യമായ അവരോട് അടുപ്പമുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന ഒരു സമയത്താണ് അവർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് സൈബർ ഹാൻഡിലുകളിൽ വലിയ തോതിലുള്ള അധിക്ഷേപപരമായ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ ആക്രമണം നടക്കുമ്പോഴൊക്കെ ഈ ലീലാവതി ടീച്ചർ എവിടെയായിരുന്നു എന്ന തരത്തിലുള്ള വളരെ മോശമായ രൂപത്തിൽ ഈ ഒരു ഗസയിലെ കുരുന്നുകളോട്, കുട്ടികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള അവരുടെ നിലപാടുകളെ അങ്ങേയറ്റം അധിക്ഷേപകരമായി അവർ നേരിടുന്ന രൂപത്തിലാണ് ഈ സൈബർ ഹാൻഡിലുകളിലെ അതിക്രമം. ഒരുപക്ഷെ അത് അതിര് കടന്നുപോയി. ഇന്ന് രാവിലെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചതാണ്. മന്ത്രി പി രാജീവ് തന്നെ അവരെ കാണാൻ പോയി അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. മാത്രമല്ല, ഇപ്പോ നമുക്കറിയാം, നോക്കിയാൽ അറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പിന്തുണ ലീലാവതി ടീച്ചർക്ക് ഇന്ന് അവരുടെ പിറന്നാളാണ്. ആ പിറന്നാൾ ദിനത്തിലും അവരുടെ ഈ ഒരു നിലപാട്, ഗസയിലെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനാജനകമാണ് എന്നതുൾപ്പെടെയുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സൈബർ ആക്രമണങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രൂപത്തിൽ കൃത്യമായി നിലപാട് തന്നെ ലീലാവതി ടീച്ചർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുമുണ്ട്. യെസ്, അതാണ് അവരവസാനം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ എതിർപ്പുകൾ നമുക്കറിയാം, എത്ര കാലത്തോളം ഈ എതിർപ്പുകൾ നേരിട്ടാണ് ലീലാവതി ടീച്ചറെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇത്രയധികം സൈബർ ആക്രമണം നടക്കുന്നു, സൈബർ ഇടത്തിൽ ഈ രീതിയിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നു. ആ തരത്തിൽ പല ആളുകൾക്കും ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. ടീച്ചർക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്, അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ആളുകൾക്കെതിരെ ഈ മോശം കമന്റുകളൊക്കെ ഇടുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്? കാരണം ഇതിൽ മന്ത്രി ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. മന്ത്രി വി ശിവൻകുട്ടിയുടെ പോസ്റ്റും ഉണ്ടായിരുന്നല്ലോ. ഈ തരത്തിൽ ഒരുപക്ഷെ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് തന്നെയാണ്
മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം വന്നിട്ടില്ല. ഇന്ന് മീഡിയാവൻ പ്രതിനിധി സിബി തന്നെ നേരിട്ട് ലീലാവതി ടീച്ചറുമായി സംസാരിച്ചിരുന്നു. അവർ പിറന്നാൾ ദിനത്തിൽ അവരെ കാണുകയും അവരുടെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ ഈ എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ കൂടിയാണ് സിബി അവിടെ പോയത്. മീഡിയാവൻ സംഘത്തോട് അവർ പറഞ്ഞത് ഭക്ഷണത്തിനായി പാത്രം നീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ രാജ്യമോ മതമോ നോക്കിയിട്ടല്ല താൻ അഭിപ്രായം പറഞ്ഞത്. കൊച്ചുകുട്ടികൾ എവിടെയാണെങ്കിലും വിശന്നിരിക്കുന്നത് കാണുന്നത് എന്നെ വേദനിപ്പിക്കുന്നു. ഒന്ന് തുടരാമോ